ഹായ്, എൻ ടേസ്റ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പാൻ കേക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതായത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. പാൻ കേക്കിൽ ന്യൂട്ടെല്ല ഫില്ല് ചെയ്ത് ഉണ്ടാക്കുന്ന ഒന്നാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതായത് മധുരത്തിന് ആവശ്യമുള്ളത്, 1 ടേബിൾ സ്പൂൺ തേന്, പിന്നെ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതായത് പഞ്ചസാര ഒന്ന് അലിയണം. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് രണ്ടും കൂടെ ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സാക്കി വെച്ചില്ലേ, അതിലോട്ട് ഒരു അരിപ്പയിലോട്ട് ഈ പൊടി ഇട്ട് കൊടുത്തിട്ട് അരിച്ച് എടുക്കാവുന്നതാണ്. എന്നിട്ടൊരു വിസ്ക് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു റിബൺ പരുവം ആകുന്നതാണ് ഈ മാവിൻ്റെ പാകം. അതിനുശേഷം നമുക്ക് 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഈ മാവുണ്ടല്ലോ, അതിൽ നിന്ന് 1 സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ടുള്ള റൗണ്ടിൽ ഒഴിച്ചു കൊടുക്കാം. മുകൾ സൈഡിൽ ഇങ്ങനെ കുമള വരുന്ന ടൈം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ 2 സൈഡും വെന്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഫുള്ള് മാവും വെച്ച് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ പാൻ കേക്കെല്ലാം നമ്മൾ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ന്യൂട്ടെല്ല ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനായി ഒരു പാൻ കേക്ക് എടുത്തിട്ട് അതിലേക്ക് ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ ന്യൂട്ടെല്ല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാൻ കേക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഫുൾ പാൻ കേക്കും അങ്ങനെ ന്യൂട്ടെല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഇത് 2 പീസാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പാൻ കേക്കാണ്. ന്യൂട്ടെല്ല ഉപയോഗിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.